അടുത്ത എപ്പിസോഡ്. ഇല്ല, കുറേ പേര് നമ്മളോട് നിങ്ങളുടെ ലവ് സ്റ്റോറി പറയൂ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരോടും പറയില്ലെന്ന്. ലവ് സ്റ്റോറി പറയാൻ പോവാണ്. ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് ഇവിടെയാ, പുല്ലരിക്കുന്ന് കോളേജിൽ. ഇവിടെ ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കാൻ വന്നപ്പോഴാണ് ആദ്യമായിട്ട് കണ്ടത്. ഇവിടെ വെച്ച് ആദ്യമായിട്ട് എന്നോട് മിണ്ടുന്നത്, സംസാരിക്കുന്ന, ചോദിച്ചേ ഓർക്കുന്നുണ്ടോ? പിന്നെ ഇങ്ങനെ ഞാൻ നടന്നു പോവാ, പിടിച്ചൊന്നുമില്ല, പിടിച്ചില്ല. ഞാൻ ഇപ്പൊ ഒന്ന് ഓർത്തപ്പോ പിടിച്ചതാ. ഞാൻ ഫ്രണ്ടേ നടന്നു പോവാ, തോളിൽ ബാഗ് ഒക്കെ ഉണ്ട്. അതിന്റെ പുറകിൽ വന്നിട്ട് എടോ എന്ന് വിളിച്ചു. എടീന്നല്ല എന്നാലും വിളിച്ചു, എടോന്നാ വിളിച്ചത്. എന്നുവെച്ചാ ക്ലാസ് തുടങ്ങി ഒരു സെക്കൻഡ് ഡേയോ തേർഡ് ഡേ ആയിരിക്കും. നമ്മള് കളർ ഡ്രസ് ആയിട്ടിരുന്നത്. ഇവിടെ വെച്ചായി തന്നെ വിളിച്ചു. എന്നിട്ട് താ ഫിസിക്സ് അക്കാഡമി പഠിച്ചതാണോ, ട്യൂഷൻ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിച്ചിട്ടില്ല. തന്നെ എവിടെയോ കണ്ട് എനിക്ക് നല്ല പരിചയം. അപ്പം ഞാൻ പറഞ്ഞു ഫിസിക്സ് അക്കാഡമിയില് അഞ്ജലി എൻ്റെ ഫ്രണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് അക്കാഡമി വരാറുണ്ടായിരുന്നു. അങ്ങനൊന്നുമല്ല, നല്ല പരിചയമുള്ള പോലെ തോന്നി. എനിക്ക് കണ്ടിട്ട് പോലുമില്ല. പിന്നെ നമ്മളൊന്ന് സംസാരിച്ച് മിങ്കിളാവാനായിട്ട് കുറച്ച് സമയം എടുത്തു അല്ലേ? കുറച്ചൊന്നുമില്ല, ഒത്തിരി സമയം എടുത്തു. ഞാൻ അങ്ങനെ ആരുമായിട്ട് മിങ്കിളാവുന്ന കൂട്ടത്തിലൊന്നുമല്ലായിരുന്നു. ആര് പറഞ്ഞു? അങ്ങനെ അതിനെ മീഡിയ വില്ലേജ്, ചങ്ങനാശ്ശേരി മീഡിയ വില്ലേജിലേക്ക് മാറ്റി. അപ്പോഴേക്കും ഞങ്ങൾ സെക്കൻഡ് ഇയർ ആയി. സെക്കൻഡ് സെം കഴിഞ്ഞു. അപ്പോഴേക്കും ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയി, കമ്പനി ആയി, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. ഒരു വർഷമല്ല, എല്ലാവർക്കും ഇല്ല. കരച്ചിലൊക്കെ അത്രയും കരഞ്ഞില്ലെങ്കിലും പോകുന്നതിൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. പിന്നെ എന്നാ ഞാൻ പോയെങ്കിലും ഒന്നുമില്ല പറയാൻ. അല്ല, പോയെങ്കിലും വിളിക്കും, എന്നും വിളിക്കത്തില്ല, മെസ്സേജ് അയക്കും. ഫേസ്ബുക്ക് ഉണ്ടല്ലോ, മെസ്സേജ് അയക്കും. എല്ലാ കാര്യങ്ങളും, ഇവിടുത്തെ കാര്യം അവിടെയും പറയും, അവൻ ഇങ്ങോട്ടും പറയും. പക്ഷെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല, നല്ല ഫ്രണ്ട്സാ. അങ്ങനെ ഇരുന്നപ്പോഴാണ് പട്ടിത്താനത്തുനിന്ന് ഒരുത്തൻ അയത്തിന്റെ കൂടെ പഠിക്കാൻ വന്നത്. SJCC അയത്തിന്റെ ക്ലാസ് അല്ല, നീ മീഡിയയും ആനിമേഷനും. അവനായിരുന്നു ഞങ്ങളുടെ മറ്റേ ക്യൂപ്പിഡ് അമ്പ ചെയ്തു അയത്തിന്റെ നെഞ്ചത്തോട്ട്. എമിലിന്റെ ഒരു ബ്രെയിൻ വാഷിങ് അവിടെ നല്ല പോലെ നടന്നു. അപ്പോൾ ഞങ്ങള് റിലേഷൻഷിപ്പിലാണെന്നുള്ള രീതിയിലൊക്കെ എല്ലാരും സംസാരിക്കുമ്പോ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അങ്ങനൊന്നും ഇല്ല, പിന്നെ എന്തിനാ? അത് എമിലിന്റെ ഒരു മാനിപ്പുലേറ്റീവ് സ്കില്ല. എമിലിന് എല്ലാരെയും കീ കൊടുത്ത് വിടാൻ പറ്റും. കൂടെ ഉള്ളവരെല്ലാം കീ കൊടുത്ത് പുള്ളി ഉദ്ദേശിക്കുന്ന രീതിയിൽ പുള്ളിക്ക് വിടാൻ പറ്റും. അതാ പുള്ളിയുടെ സ്കില്ല്. നിങ്ങൾ തമ്മിൽ ഇത്രയും ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് റിലേഷൻഷിപ്പിലായിക്കൂടാ? നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിനെ നല്ല കപ്പിൾസ് ആവാൻ പറ്റുള്ളൂ. അങ്ങനെ എമിലിന്റെ എമിലിന്റെ ഭയങ്കര ലോജിക്കലായിട്ടുള്ള സംസാരങ്ങളൊക്കെ അത് രാത്രി വന്നിന്റെ അടുത്ത് ഇറക്കി. അല്ലല്ല, അന്ന് വന്നത് പറഞ്ഞേ ഉള്ളൂ, ചുമ്മാ കാഷ്വൽ ആയിട്ട് പറഞ്ഞു എമിൽ ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം രാത്രിയില് എനിക്ക് നിന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഞാൻ ഇനി എന്നോട് അങ്ങനെ സംസാരിക്കരുത്, അതെ എന്നെ ഇഷ്ടമാന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെയല്ല പറഞ്ഞു. ഇനി എന്നോട് അങ്ങനെ സംസാരിക്കരുത്, നിന്നെ ഞാൻ നല്ല ഫ്രണ്ട് ആയിട്ടാണ് കണ്ടത്, മേല ഇനി അങ്ങനെ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഫ്രണ്ട് എന്ത് ചെയ്യുന്നു? ഇനി എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞു, ഇനി എന്നെ വിളിച്ചു ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞ് ഞാൻ കോള് കട്ട് ചെയ്തു. മെസ്സഞ്ചർ എടുത്ത് നോക്കിയപ്പോ ഞാൻ ചുമ്മാ തമാശക്ക് നിന്നെ പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞതാ, അങ്ങനൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ അത് വിശ്വസിച്ചു. ഓക്കെ, അങ്ങനൊന്നും ഇല്ലല്ലോ. ഇത് നടന്നത് ഒരു നവംബർ ഡിസംബറിലായിരിക്കും. ഇതൊക്കെ നിനക്ക് ഓർമ്മയുണ്ട് ഡേറ്റ് ഒക്കെ? എന്റെ ഈശ്വരാ. അങ്ങനെ ഫൈനൽ ഇയറിൽ ഭയങ്കര സപ്പോർട്ട്, ചെയർമാൻ ആയിരുന്ന സമയം. ആ സമയത്താണ് റിലേഷൻഷിപ്പിലാവുന്നത്. ഇയർ കഴിഞ്ഞ് 2016 ജാനുവരി. അപ്പം ഇങ്ങനെ അയത്ത് പറഞ്ഞു, ഞാൻ കലിപ്പായി, അത് അവിടെ കൊണ്ട് ക്ലോസ് ചെയ്തു. പിന്നെ അയത്തനോട് ഒന്നും പറഞ്ഞിട്ടില്ല, ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടോ അങ്ങനത്തെ പരിപാടികളോ ഒന്നുമില്ല. ജാനുവരി 25 വൈകിട്ട്. ഈ ഡേറ്റ് ഒക്കെ ഇവളിപ്പോഴും ഓർത്തിരിക്കും, ഞാൻ എപ്പോഴും മറന്നു പോകും. അങ്ങനെ ജാനുവരി 25 രാത്രി ഇങ്ങനെ വിളിച്ചപ്പം ഞാൻ ഇങ്ങനെ അയച്ചോട് പറഞ്ഞു, ഇന്നാൾ എന്നോടൊരു കാര്യം പറഞ്ഞില്ലേ, അതെനിക്ക് ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു. എന്താ കാര്യമാണ്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇഷ്ടമാന്ന് പറഞ്ഞില്ലേ, അതെനിക്ക് ഓക്കെയാ എന്ന് പറഞ്ഞോണ്ടായിട്ട് ആ ഒരു 2 സെക്കൻഡ് പോസ് ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ആ സൗണ്ട് ആയിരുന്നു. ആ ശരിക്കും നീ പറയുവാണ്
ശരിക്കും പറയുക കാര്യം പറയുക. അങ്ങനെ ജാനുവരി 25 ഞാനും എസ് പറഞ്ഞു. അങ്ങനെ നമ്മൾ അങ്ങനെയാ ജാനുവരി 25 ആയത്. ഇതിനോട് എപ്പോഴും പറയും കണക്കറിയുന്നത് എന്തിനാ, എപ്പോഴും നമ്മുടെ കയ്യിൽ ഫോൺ കാണും. കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കണക്കേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ, അല്ലാത്ത കണക്കൊന്നും ഇല്ല. ഇവിടെ വരെ എത്തുന്നായിട്ട് വിചാരിച്ചായിരുന്നു. പിന്നെ എനിക്ക് ആദ്യം അത് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോഴും എനിക്കറിയായിരുന്നു ഇത് ഇവിടം വരെ എത്തും, ഇവിടം കൊണ്ടൊന്നും നിക്കത്തില്ല, ഇതിങ്ങനെ അങ്ങ് പോകാനുള്ള തോന്നിയായിരുന്നു. 10 വർഷം 2026 ആകുമ്പോ 10 വർഷം, 25 ഇപ്പൊ 10th ഇയറിലേക്ക് കടന്നു. 10 വർഷമായിട്ട് 10 വർഷം കഴിയുമ്പോൾ നമ്മള് 9 വർഷം കഴിഞ്ഞപ്പോൾ നമ്മള് കല്യാണം കഴിക്കാൻ പോവാ. ശരിക്കും നമ്മള് നമ്മുടെ ജനറേഷൻ 90s കിഡ്സ് അങ്ങനെ ഡേറ്റിംഗ് എന്നും പറഞ്ഞല്ലല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാരേജ് എന്നുള്ളൊരു സാധനം തന്നെ നമ്മൾ തുടക്കത്തട്ടേ പറയുമല്ലോ, പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കല്ലടിച്ചാലാണല്ലോ ബ്രേക്കപ്പ് ആവുന്നത്. ഞാൻ റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോഴേ കണ്ടീഷൻസ് വെച്ച് തുടങ്ങിയ ആളാ. എത്ര നമ്മൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടോ? ബ്രേക്കപ്പ് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒരു തവണ മനുമോനോട് പറഞ്ഞിട്ടുണ്ട് ബ്രേക്കപ്പ് ആവാന്ന്. ആണോ? പറ്റി സഹിക്കാൻ പറ്റുന്നില്ല മനുമോനെ, ബ്രേക്കപ്പ് ആവാ. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി 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 വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് സോൾവ് ആവും. അതങ്ങനെ ഈഗോ ഉള്ളൊരു മനുഷ്യനല്ല. വന്നിങ്ങോട്ട് ഈഗോ ഒന്നുമില്ല, സോറി പറയും, പ്രശ്നം ഉണ്ടാക്കി അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്. അതൊക്കെ ഉള്ളത് തന്നെ. ഞാൻ കണ്ടീഷൻസും വെച്ചിട്ട് അത് സ്റ്റാർട്ട് ചെയ്തത്. ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അത് ഇൻട്രോവേർട്ടും അല്ല എക്സ്ട്രോവേർട്ടും അല്ല, ആംബിവേർട്ട് പേഴ്സൺ. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഇതല്ല. അവിടുന്ന് ഞങ്ങൾക്ക് എന്തേലും റിലേഷൻഷിപ്പ് കിട്ടി. നെയ്മ്, കണ്ണൻ, ബോബി, എമില്, ഇതൊക്കെ അയത്തിന്റെ കൂട്ടുകാരാണ്. എന്റെ മനുമോന്റെ കൂടെ പഠിച്ചിട്ടേ ഇല്ല, അവന്മാരെയൊക്കെ ഞങ്ങൾ അപ്പ കാണുക. അങ്ങനെ ഇത്രയല്ലേ ഉള്ളൂ. ലവ് സ്റ്റോറി തീർന്നു. കുറച്ചുകൂടെ കാവ്യാത്മകമായിട്ട് പറയായിരുന്നു. അന്നാ ഞാൻ അയത്തിനെ ആദ്യമായിട്ട് കണ്ടത്. ഇതാ റിയാലിറ്റി, ശരിക്കുള്ള ജീവിതം ഇതാ. വെൽക്കം ടു ദ ക്ലബ്. ഞങ്ങൾ വീണ്ടും വരുമെന്ന്. I have died every day waiting for you, darling. Just believe in love, guys.